ഹിബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ ഇറോട്ടിക് ത്രില്ലർ പാർട്ട് 10. അവൾ അയാളോട് എന്തോ പറയുവാൻ തുനിഞ്ഞതും കോളിംഗ് ബെൽ മുഴങ്ങി. ശബ്ദം കേട്ട ഭാഗത്തേക്കൊന്ന് തലതിരിച്ച് ഞെട്ടിയ ശേഷം ഉടനടി സ്വന്തം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് തന്നെ നോക്കിയ യുവാവിനോടായി അവൾ പറഞ്ഞു. പുള്ളിക്കാരനാണ്. ഒരു പ്രൈവറ്റ് ഓഫീസിലല്ലേ ജോലി. വരുന്നതിന് നേരവും കാലവുമൊക്കെ കണക്കാ. അല്പം ലാഘവം ഭാവിച്ചെന്ന വിധമായിരുന്നു അവൾ ഇങ്ങനെ പറഞ്ഞു നിർത്തിയത്. അവൻ എന്തിനെങ്കിലും തുനിയുന്നതിന് മുൻപേ അവൾ തുടർന്നു പറഞ്ഞു. താഴെ സെക്യൂരിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല ഇതുവരെ. ഇവിടെ എല്ലായിടത്തും ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ വന്നു പോകുന്നതാണ്. ഈ സമയം യുവാവ് റൂമിന് വെളിയിലേക്കൊന്ന് നോക്കുകയായിരുന്നു. തുറന്നു കിടക്കുന്ന ഡോറിലൂടെ അവൾക്ക് മുൻപിൽ പഴയപടി നിന്നുകൊണ്ട് തന്നെ. പെട്ടെന്ന് തന്നെ ഒരിക്കൽ കൂടി കോളിംഗ് ബെൽ മുഴങ്ങി. പെടുന്നനെ ടെസിയെ തട്ടി മാറ്റി അയാൾ മെയിൻ ഡോറിലേക്ക് ചെന്നു. ശബ്ദമുണ്ടാക്കാതെ എന്ന വിധം അവളും പിന്നാലെ ഒരു ഈർഷ്യം കലർന്ന മുഖഭാവത്തോടെ ഓടിച്ചെന്നു അയാളുടെ മെയിൻ ഡോർ. അയാൾ എത്തുന്നതിന് മുൻപേ അവൾ ഓടിച്ചെന്ന് മറികടന്ന് അയാളുടെ മുന്നിൽ മെയിൻ ഡോറിൽ ചാരി നിലയുറപ്പിച്ചു. അവളുടെ മുന്നിൽ ഒരു നിമിഷം നിൽക്കേണ്ടി വന്ന അയാൾ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇതുവഴിയല്ല. മുഖം ചുളിപ്പിച്ച് ഒരു കുറുമ്പ് കലർത്തി വളരെ അടക്കത്തിൽ അവളിങ്ങനെ പറഞ്ഞ് ഇരു കൈകളും ഇരുവശങ്ങളിലേക്കും ഉയർത്തി പിടിച്ചു നിന്നു. ഇരുവരുടെയും മുഖങ്ങൾ പരസ്പരം ഉടക്കിയങ്ങനെ നിൽക്കുന്ന നിമിഷം 2 തവണ അടുപ്പിച്ച് കോളിംഗ് ബെൽ മുഴങ്ങി. അയാൾ ഉടനടി എന്നാൽ മെല്ലെ അവളുടെ പിന്നിൽ നടുവിന് താഴെ മാംസള ഭാഗത്ത് തൻ്റെ ഇരു കൈകളും പിടുത്തം മുറുക്കി. അതിൻ്റെ ആഘാതത്തിൽ അവളൊന്ന് ഞരങ്ങി. ശേഷം പഴയപടി ഇരുമുഖങ്ങളും നിൽക്കെ അവൾ ഒരു ചുംബനത്തിന് തൻ്റെ മുഖത്തെ ചട്ടം കെട്ടി. അതുകൊണ്ട് അയാൾ തൻ്റെ കൈകളെ പിൻവലിക്കാതെ പൊടുന്നനെ അവളെ ചുംബിച്ചു ഗാഢമായി. അല്പനിമിഷങ്ങൾ ആ രംഗം നീണ്ടുപോയതോടെ റൂമിൽ നിന്നുമെന്ന വിധം ടെസിയുടെ മൊബൈൽ റിങ് ചെയ്തു തുടങ്ങി. അത് കേട്ടെന്ന വിധം തൻ്റെ ഇരു കൈകളെയും പിൻവലിച്ച് അവൾ അയാളെ പിന്നിലേക്ക് മെല്ലെ തള്ളിക്കൊണ്ടുപോയി. അപ്പോഴും ചുംബനം അവസാനിച്ചിട്ടില്ലായിരുന്നു. പിന്നിലേക്ക് പോകുന്തോറും അയാളുടെ കൈകൾ പതുക്കെ അവളുടെ പിന്നിൽ നിന്നും അഴഞ്ഞു വന്നു. ടെറസിലേക്കുള്ള ഹാളിൽ നിന്നുമുള്ള സ്റ്റെപ്പ് ആരംഭിക്കുന്നിടത്തെത്തിയതോടെ അയാളെ എല്ലാ തരത്തിലും വിടുവിപ്പിച്ച് അവൾ പറഞ്ഞു. എല്ലാം കുളമാക്കുന്നോ അതോ ഇനിയും ഇതുപോലെ വരുന്നോ? ശേഷം തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്ന അവളോട് തിരികെ നോക്കി നിൽക്കുമ്പോൾ തന്നെ സ്വന്തം ചുണ്ടുകൾ പരസ്പരമൊന്ന് നുണഞ്ഞ ശേഷം അയാൾ സ്റ്റെപ്പ് കയറി പതിവ് പോലെ ടെറസിലേക്കെന്ന വിധം പോയി. അപ്പോഴാണ് തൻ്റെ മൊബൈൽ റിങ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. വീണ്ടും അവൾ തിരിഞ്ഞ് വേഗം മെയിൻ ഡോറിനടുത്തേക്ക് പാഞ്ഞു നടന്നു. മറ്റൊരു ദിവസം രാത്രിയുടെ ഏകാന്തതയോട് വെല്ലുവിളിക്കും വിധം യുവാവിൻ്റെ കറുത്ത ബെൻസ് കാർ പാർക്കിംഗ് ഏരിയയിൽ ഒരിടത്ത് അല്പം അലസമായെന്ന വിധം കിടക്കുകയാണ് ഒഴിഞ്ഞ്. ടെറസിലേക്ക് കയറുന്ന ഡോറിന് അകത്തായി ഭിത്തിയിൽ ടെസിയെ ചാരി നിർത്തി ലൈംഗിക ബന്ധം നടത്തുകയാണ് യുവാവ്. ഇരുവരും വസ്ത്രങ്ങൾ ധരിച്ചിരിക്കെ തന്നെ. പെട്ടെന്ന് തന്നെ അവൾ താഴേക്ക് ഊർന്നിരുന്നു. പതുക്കെ അയാൾ ഉന്മാദം ഭാവിച്ച് തൻ്റെ തല ചുണ്ടുകൾ തുറന്ന് കണ്ണുകൾ അടച്ചെന്ന വിധം പിന്നിലേക്കാക്കി. അല്പനിമിഷങ്ങൾ കഴിഞ്ഞില്ല കോളിംഗ് ബെൽ മുഴങ്ങുന്ന ശബ്ദം ആ ഇരുട്ടിൻ്റെ സാന്നിധ്യത്തിനുള്ളിലും അവർക്ക് കേൾക്കാമെന്നായി. അവൾ ഉടൻ തൻ്റെ ചുണ്ടുകൾ തുടച്ചുകൊണ്ടും മറ്റും എഴുന്നേറ്റു വസ്ത്രങ്ങൾ നേരെയാക്കി. അയാളും ചുണ്ടുകൾ പരസ്പരം അകത്തേക്കും മടക്കിയെന്ന വിധം തൻ്റെ മുന്നിൽ താഴെ മുൻഭാഗം ഭദ്രപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു. ഒരു പകൽ റൂമിലെ ബെഡിൽ ഏതാണ്ട് ഉച്ചയോടടുക്കുന്ന സമയം ടെസി കമിഴ്ന്നു കിടക്കുകയാണ്. അവളുടെ കണ്ണുകൾ അടയുവാൻ കൂട്ടാക്കാതെ മിഴിച്ചു തുറന്ന് സന്തോഷം കലർത്തി നിലകൊള്ളുന്നുണ്ട്. ഒപ്പം അല്പനിമിഷങ്ങൾ കഴിയും മുൻപേ അവളുടെ ചുണ്ടുകൾക്ക് പിന്നിൽ നിന്നുമെത്തി ശല്യം ചെയ്യുന്ന പുഞ്ചിരിയെ പുറപ്പെടുവിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അതിനൊടുവിൽ ബെഡിൽ അല്പം മാറിക്കിടന്നിരുന്ന തൻ്റെ മൊബൈൽ അവൾ അങ്ങനെ കിടക്കെ തന്നെ വലതു കൈകൊണ്ട് നോക്കിയെന്ന വിധം എടുത്തു. അതിലെ ഗാലറി ഇരു കൈകളും ഉപയോഗിച്ച് തുറന്ന് തിരഞ്ഞു തുടങ്ങി. കാലുകൾ ആട്ടി പുഞ്ചിരി തുടർന്നുകൊണ്ട് പഴയപടി കിടക്കവേ തന്നെ. അല്പസമയം കടന്നുപോയെന്ന വിധം അതേ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കെ കാഷ്വൽ ചുരിദാർ ടെസി വാഷ് ബേസിനിൽ അല്പം ബുദ്ധിമുട്ടി ഛർദ്ദിക്കുകയാണ്. അവൾ മുൻപേ ബെഡിൽ കിടക്കവേ പഴയപടി യുവാവിൻ്റെ വിവിധ ചിത്രങ്ങൾ മാറി മാറി ഗാലറി വഴി കണ്ട് പ്രണയം പുറപ്പെടുവിക്കും വിധം സമയം തള്ളി നീക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം എന്ന വിധം മെയിൻ ഡോറിൽ കോളിംഗ് ബെൽ കേട്ട വിധം ടെസി ചെറുചിരിയോടെ തുടർന്നു. പുറത്ത് ഭർത്താവ് ഓഫീസിൽ നിന്നെന്ന വിധം അതേ ചിരിഭാവത്തോടെ നിൽക്കുകയായിരുന്നു. ഫ്ലാറ്റിലേക്ക് കയറി ഡോറടച്ച ശേഷം തൻ്റെ ബാഗും കയ്യിലെ സ്പെഷ്യൽ കവറുകളും മറന്നെന്ന വിധം ഭർത്താവ് ഭാവം പഴയത് വിടാതെ ഒരു നിമിഷം തൻ്റെ ഭാര്യയെപ്പോലെ
ഭാര്യയെ പരസ്പരം നോക്കി നിന്ന ശേഷം കെട്ടിപ്പിടിച്ച് ഉടനടി ഇരു കവിളിലും മാറി മാറി ചുംബിച്ചു. അവളുടെ കെട്ടിപ്പിടുത്തത്തെ മറന്ന്. ശേഷം ഒന്നുകൂടി അവളുടെ സന്തോഷത്തെ തൻ്റെ സന്തോഷത്താൽ പരിഗണിക്കുവാൻ മുഖമുപയോഗിച്ച ശേഷം ഇരുവരും അറിയാതെയെന്ന വിധം ചുണ്ടുകൾ പരസ്പരം കൂട്ടിമുട്ടിച്ചുപോയി. വളരെ കാലത്തെ കാത്തിരിപ്പ് അവസാനിച്ചെന്ന വിധം. 11. ഹലോ, ആള് ലീവ് കഴിഞ്ഞ് പോകാറായോ? എന്തുണ്ട് പുള്ളിക്കാരന് വിശേഷം? ഞാൻ തിരക്കിലായിരുന്നടി. എന്ന് വെച്ച് നിനക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ. നീ സേഫാണ്. ഇനി നിനക്കൊരു പ്രശ്നവും വരില്ല. കിച്ചണ് പുറത്തായിരടുത്തു നിന്നും TV പ്രവർത്തിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നതിനിടയിൽ വാട്സാപ്പിൽ വന്ന ടെസ്സിയുടെ ഈ വോയിസ് മെസ്സേജ് ഹണി കിച്ചണിൽ തൻ്റെ ജോലിക്കിടയിലെന്ന വിധം നിശബ്ദയായി നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കൂട്ടായെന്ന വിധം കിച്ചണിലെ വെളുത്ത പ്രകാശം തൂകി നിൽക്കുന്നുണ്ടായിരുന്നു ലൈറ്റ്. പരിസരം മറന്നെന്ന വിധം ഹണി ഒരിക്കൽ കൂടി പഴയപടി തന്നെ താഴ്ന്ന ശബ്ദത്തിൽ ആ വോയിസ് പ്ലേ ചെയ്തു. തൻ്റെ സുഹൃത്തിൻ്റെ സംസാരത്തിൽ കാണുന്ന ലാഘവം കലർന്ന മാറ്റം, അതായിരുന്നു വോയിസ് വീണ്ടും കേൾക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന ഭാവത്തിലായിരുന്നു ഹണി. വോയിസ് അവസാനിച്ച് 2-3 നിമിഷം കൂടി നെറ്റി പതിയെയൊന്ന് ചുളിപ്പിച്ച് മൊബൈലുമായങ്ങനെ അവൾ നിന്നുപോയി. പിന്നെ സ്വയം സമാധാനിപ്പിക്കും വിധം, ലാഘവം ഭാവിക്കും വിധം സ്വന്തം മുഖം അഴച്ച് കിച്ചണിലെ അറ്റകുറ്റപ്പണികൾ തുടർന്നു അവൾ. മൊബൈൽ അല്പം മാറ്റി ഒരിടത്ത് വെച്ച്. ടെസ്സിയുടെ ഫ്ലാറ്റിൽ കോളിംഗ് ബെൽ മുഴങ്ങി. സമയം വൈകുന്നേരം ഏതാണ്ട് പൂർണ്ണമായും കഴിഞ്ഞിരുന്നു. അവൾ റൂമിൽ നിന്നുമെന്ന വിധം സാധാരണഗതിയിലും സാവധാനമെത്തി ഡോർ തുറന്നു. മുന്നിൽ തൻ്റെ പതിവ് വേഷവിധാനത്തിൽ യുവാവ് നിൽക്കുകയാണ്. അവളെ കണ്ടപടി അയാൾ കുറച്ച് രൂക്ഷത ഭാവിച്ച് അവിടെ പുറത്തായി തന്നെ നിന്നു. സന്തോഷം മറച്ചെന്ന വിധമുള്ളൊരു ഭാവത്തോടെ അവളും തിരികെ നോക്കി അങ്ങനെ നിന്നുകൊടുത്തു. ഒരു കൈ പാതിയിലധികം തുറന്ന ഡോറിൽ പിടിച്ചുകൊണ്ട് അതിലൂന്നി എന്ന വിധം. അയാൾ അടുത്തൊരു നിമിഷം വേഗത്തിൽ അകത്തേക്ക് കയറി അവളെ പിടിച്ച് ഒന്ന് മാറ്റി ഡോർ അല്പം ശബ്ദത്തിൽ വേഗത്തിലടച്ചു. ശേഷം അവളെ പിടിവിടാതെ റൂമിലേക്ക് നിർബന്ധിച്ചുകൊണ്ട് നടന്നു. റൂമിൽ കടന്നയുടൻ മറ്റൊന്നും ചിന്തിക്കാതെ അയാൾ ടെസ്സിയെ ബെഡിലേക്ക് മലർത്തിയിട്ടു. അവൾ വീണതിൻ്റെ ബുദ്ധിമുട്ട് പതിവിന് വിപരീതമായെന്ന വിധം പ്രകടമാക്കി അരയ്ക്ക് മുകളിലുള്ള ഭാഗം മുഴുവൻ ഉയർത്തി ഇരു കൈകളും ബെഡിൽ കുത്തി ഇരുന്നുവെന്ന് പറയാം. അയാളുടനെ തൻ്റെ ബെൽറ്റ് അഴിക്കുവാൻ ശ്രമം നടത്തിയപ്പോൾ അവൾ അല്പം സാവധാനം എഴുന്നേറ്റ് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിനി പറ്റില്ല. അവളുടെ വയറിനു മുന്നിലും തൻ്റെ ബെൽറ്റിനുമിടയിൽ കുടുങ്ങി നിൽക്കുന്ന അവൻ്റെ കൈകൾ 20 നിശ്ചലമായി. ഉടനടി അവൾ തുടർന്നു പറഞ്ഞു, അവൻ്റെ മുഖത്ത് നോക്കി, ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. അതാ കുറച്ച് ദിവസം വിളിക്കാതിരുന്നത്. ഡോക്ടർ വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. അവസാന വാചകം പറഞ്ഞതിനൊപ്പം അവളൊന്ന് തല താഴ്ത്തി. അയാൾ അവളുടെ വയറിന് മുകളിലൂടെയൊന്ന് മെല്ലെ പരതിപ്പോയി. അല്പം ബലം വന്ന് ഉയർന്നതിൻ്റെ ലക്ഷണം ഉടനടി തന്നെ അയാൾക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്നുള്ളൊരു നിശ്വാസത്തോടെ അയാൾ ആകെ ഒന്ന് അയഞ്ഞു നിന്നു. അടുത്തതായി സ്വന്തം കൈകൾ തൻ്റെ ബെൽറ്റിൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായി പിൻവലിച്ച് സാവധാനം അവളെ പിറകോട്ടയാൾ തള്ളി മാറ്റി നിർത്തി. ശേഷം കണ്ണുകൾ അല്പം താഴ്ത്തി ആലോചനയിലാണ്ട വിധം അങ്ങനെ നിൽപ്പു തുടങ്ങി. അവൾ എന്തു ചെയ്യണമെന്ന കാര്യം മറന്ന വിധം അങ്ങനെ നിൽക്കുകയാണ്. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.